യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി. ഓ വിശ്വാസികളെ, നിങ്ങളുടെ വിശ്വാസം നിലനിർത്തണമെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനൂ വിളിച്ചിട്ട് പറയാണ്. മുഅ്മിനാന്ന് പറയുന്നവരോടൊക്കെ പറയാണ്, നിങ്ങൾ മുഅ്മിനാന്ന് പറയണമെങ്കിൽ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി. അല്ലാഹുവിനെയും അവൻ്റെ മുത്തുനബിയെയും നിങ്ങൾ ഓവർടേക്ക് ചെയ്യരുത്. ലാ തുഖദ്ദിമു എന്ന് പറഞ്ഞാൽ അർത്ഥം ലാ തതഖദ്ദമു, നിങ്ങൾ മുന്നിൽ ചാടാൻ ശ്രമിക്കരുത്, മറികടക്കരുത്, ഓവർടേക്ക് ചെയ്യരുത്. ബൈന യദയില്ലാഹി വറസൂലി, അല്ലാഹുവിനെ റസൂലിനെ മറികടക്കാൻ ശ്രമിക്കരുത്. അല്ലാഹു റസൂൽ എന്താണോ പറഞ്ഞത് അവിടെ നിൽക്കണം. അതാണ് ഈമാൻ, അതാണ് ഈമാൻ. അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞെടുത്ത് അവിടെ നിൽക്കുക, മുന്നോട്ട് പോകരുത്. അത് ഓരോ വിഷയത്തിലും നമ്മൾ അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അപ്പോഴേ തിരിയുള്ളൂ. അല്ലാഹുവിനെ റസൂലിനെയും ഓവർടേക്ക് ചെയ്യുന്ന പരിപാടികൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമുക്ക് കൃത്യമായി വിവരം കിട്ടി നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി തെറ്റാണ് എന്നിട്ട് നമ്മൾ അതിനെ ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, മറികടക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിനെ റസൂലിനെ ഓവർടേക്ക് ചെയ്യലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു തആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീടകങ്ങളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. ഹിജാബിന്റെ കാര്യമാണ് ആ പറഞ്ഞത്, വളരെ കടുപ്പിച്ച് പറഞ്ഞു. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. നിങ്ങള് വിവരം കെട്ട കാലത്തെ ആളുകൾ കാട്ടിക്കൂട്ടിയ ആ ഒരു രംഗപ്രവേശം, പൊതുരംഗപ്രവേശം നിങ്ങൾ നടത്തരുത്, അണിഞ്ഞൊരുങ്ങരുത്. വലാ തബറജ്ന എന്നാണ് എൻ്റെ അർത്ഥം. അതാണ് അണിഞ്ഞൊരുങ്ങി പുറപ്പെടരുത്, അണിഞ്ഞൊരുങ്ങി പുറപ്പെടരുത്. കേവലം പുറപ്പെടലല്ല, അണിഞ്ഞൊരുങ്ങി പുറപ്പെടുന്നത്. അതാണ് വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. അന്ധകാര കാലഘട്ടത്തിലെ ഡാർക്ക് ഏജ് യുഗം എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഇസ്ലാം വരുന്നതിന്റെ മുമ്പത്തെ ഇരുണ്ട കാലത്തെ ആ ഒരു ഒരുങ്ങിപ്പുറപ്പെടൽ നിങ്ങൾ ഒരുങ്ങിപ്പുറപ്പെടാൻ പാടില്ല എന്ന് പെണ്ണുങ്ങളോട് പറയാണ്. ചമഞ്ഞൊരുങ്ങി പുറപ്പെടരുത്. ഈ ആയത്തിന്റെ തഫ്സീർ വിശദീകരിച്ചുകൊണ്ടൊരു മഹാൻ പറഞ്ഞു, തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ആ ജാഹിലിയ കാലഘട്ടത്തിലെ പെണ്ണിന്റെ സംസ്കാരം? അത് പറഞ്ഞിട്ട് പറഞ്ഞു, അവൾ തല മറക്കൂലായിരുന്നു. ഇന്നഹാ കാനത്ത് ലാ തസ്തുറു റഅസഹാ, തല മറക്കാറില്ലായിരുന്നു ജാഹിലിയ കാലത്തെ പെണ്ണ്. തല മറക്കുന്ന സംസ്കാരം ഇസ്ലാം വന്നപ്പോഴാ വന്നത്. ഇസ്ലാമിന് മുമ്പ് തല മറക്കൂലായിരുന്നു. അപ്പൊ ഇന്നത്തെ പെണ്ണുങ്ങളോട് വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല എന്ന് പറയുമ്പോഴേ നമ്മളിപ്പോ തല മറക്കണം എന്ന് പറയുന്നതല്ലല്ലോ വലിയ വിഷയം. ഇന്നത്തെ പെണ്ണ് തല മറക്കുന്നില്ല എന്നുള്ളതല്ല പ്രശ്നം, തീരെ ഉടുക്കണില്ല എന്നുള്ളതാ പ്രശ്നം. അത്രയും നഗ്നയാണ്, അർദ്ധനഗ്നയാണ്. തല മറക്കണം, ഹിജാബ് ധരിക്കണം പൂർണ്ണമായിട്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇത് പറയുമ്പോ നിങ്ങൾക്കൊരു പഴഞ്ചനായി തോന്നുന്നുണ്ടോ? ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി എന്നതിന്റെ വ്യക്തമായ ലംഘനമാണത്. നിങ്ങൾക്കിതൊരു പഴഞ്ചൻ ഏർപ്പാടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി എന്ന് പറഞ്ഞതിന്റെ വ്യക്തമായ ലംഘനമാണ്. ഇത് നമ്മളിരുന്നുണ്ടാവാൻ പാടില്ല. പിന്നെ എങ്ങനെ നമുക്ക് ഈമാൻ ഉണ്ട് എന്ന് പറയാം? ഈമാൻ ഉള്ളവരെ വിളിച്ചിട്ട് അവരെ അഡ്രസ് ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ. സൂറത്തുൽ ഹുജറാത്ത് തുടങ്ങിയതുപോലെ വേറെ അധ്യായങ്ങൾ അങ്ങനെ തുടങ്ങണില്ലല്ലോ. തുടങ്ങണേ തന്നെ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞ കുറേയൊക്കെ വിഷയങ്ങൾ മറ്റു പലതും പറഞ്ഞ് കയറിയിട്ടാ യാ അയ്യുഹല്ലദീന ആമനൂ ഒക്കെ പറയല്.
ഇത് തുടക്കത്തിൽ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി. സുബ്ഹാനല്ലാഹ്. ഇന്ന് പെണ്ണുങ്ങൾക്ക് നാണവും മാനവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പെണ്ണുങ്ങൾക്ക് വെറുപ്പുണ്ടാവും ഞാനിത് പറയുമ്പോൾ. ഇന്നൊരു മുസ്ലിയാർക്ക് ഇത് വയല് പറയാനും വയ്യാം. വയല് പറഞ്ഞാൽ അവനെ ട്രോളി കൊല്ലുക. പറയുന്ന മൂലിയാരും ട്രോളാണ്. നിങ്ങൾ ട്രോളാണെങ്കിൽ ട്രോളിക്കോളൂ, പറയാതിരിക്കാൻ വയ്യല്ലത്. ഇതിനി പറയാതെ നമ്മളെങ്ങനെയാ നിൽക്കുക? വ്ളോഗർമാരിൽ അധിക വ്ളോഗേഴ്സും പെണ്ണുങ്ങളാണ്. എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്, എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്. ഇതിനൊക്കെ ഉലമാക്കളുടെ പിന്തുണ വേണം. ഉലമാക്കൾ ഇതിനെ വിമർശിച്ചാൽ അവരെ ലോകം തിരിയാത്തവരായി ഞങ്ങൾ ചാപ്പ കുത്തുന്നു പറയുകയാണെങ്കിൽ ആ ലോകം തിരിയാത്ത ചാപ്പ അടിക്കട്ടെ എന്നല്ലാതെ എന്ത് പറയാനാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നിപ്പോ ഒരു കല്യാണത്തിന് ഒരു ഉസ്താദിന് പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഉസ്താദിന് പോകാൻ പറ്റൂല എന്ന് പറയുമ്പോൾ ഉസ്താദിന്റെ കല്യാണം അങ്ങനെയാണ്. പിന്നെ എന്ത് പറയാനാ? ഉസ്താദിന്റെ കല്യാണം അങ്ങനെയാണ്. തങ്ങളുടെ കല്യാണത്തിലും ഉസ്താദിന്റെ കല്യാണത്തിലും ഒക്കെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. തീരെ ഹിജാബിന് ഒരു നിലയും വിലയും കൊടുക്കുന്നില്ല. ഉസ്താദിന്റെ തങ്ങളിയൊക്കെ പൊരയിലെ കല്യാണത്തിന് അഴിഞ്ഞാടുകയാണ്. വേലി തന്നെ വിള തിന്നാൽ എന്ത് ചെയ്യും? എന്തൊരു സങ്കടകരമായ കാഴ്ചയാണ്. ഇപ്പം അടുത്ത് ഞാനൊരു ഓഡിറ്റോറിയം നിക്കാഹിന് പങ്കെടുത്തു. പെണ്ണുങ്ങൾ ഒരു ഭാഗം മുഴുവൻ പെണ്ണുങ്ങൾ, മറുഭാഗത്ത് മുഴുവൻ ആണുങ്ങൾ. പള്ളിയിലെ ഉസ്താദിനോട് ജസ്റ്റ് അതൊന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം അത് പറഞ്ഞു. അപ്പൊ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് പോയി, മുകളിലേക്ക് പോയി. കുറെ സമാധാനമായി. ഞാൻ പറഞ്ഞു വരുന്നത്, അതിൽ സങ്കടപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു സഹോദരനോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങളൊക്കെ ഈ നിക്കാഹ് കഴിഞ്ഞ് പോവല്ലേ, ഇത് കഴിഞ്ഞ് നിങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ഇനിയിവിടെ കുറച്ച് കലാപരിപാടികളുണ്ട് സ്റ്റേജിൽ നടക്കുന്ന, അതൊന്നും നിങ്ങളാരും അറിയുന്നില്ല. എന്തുമാത്രം ഉളുപ്പില്ലാത്ത പരിപാടികൾ. അല്ലാഹു ആലം, നമ്മളിത് നേരിട്ട് കണ്ടിട്ടില്ല. ആ സഹോദരൻ പറഞ്ഞു, അണിഞ്ഞൊരുങ്ങിയ പുതുനാരി സ്റ്റേജിലേക്ക് വരുന്നു, മുഖമൊക്കെ മറച്ച് മൂടുപടം അണിഞ്ഞുകൊണ്ട് വരുന്നു. ആ മൂടുപടം പൊക്കി വരൻ ഈ വധുവിനെ പരസ്യമായി കിസ് ചെയ്യുന്നു. ഇതൊക്കെയാണത്രേ ഇന്നത്തെ സംസ്കാരം. അപ്പൊ അത് ചോദിച്ചാൽ അവൻ കണ്ണൂരിട്ടു. ഞാൻ മഹ്റ് കൊടുക്കണ പെണ്ണല്ലേ, ഞാൻ ഏറ്റെടുത്ത പെണ്ണല്ലേ, നിക്കാഹ് കഴിഞ്ഞില്ലേ? അതിനൊക്കെ ഉള്ളൊരു മാനും മര്യാദയും. മുത്തുനബി പറഞ്ഞു, ഇദാലം തസ്തഹി ഫസ്നഉ മാ ശിഅത. ഉളുപ്പില്ലെങ്കിൽ കണ്ടത് കൂട്ടിക്കോ. ഹബീബ് റസൂലുള്ളാഹി, ഇദാലം തസ്തഹി ഫസ്നഉ മാ ശിഅത. ആ വാക്കൊക്കെ എത്ര കനപ്പിച്ച് പറയേണ്ടതാണ്. ഉളുപ്പില്ലെങ്കിൽ കണ്ടത് കൂട്ടിക്കോ. മുത്തുനബിന്റെ ഒരു പ്രഖ്യാപനമാണ് അത്, ഒരു ഹദീസാണ്. ആ ഒരു കാലഘട്ടമാണ്. പഴയ കാലത്തൊക്കെ ഉസ്താദുമാരെ കാണുമ്പോൾ ഒരു ചെറിയ നാണവും കുറവൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, ഉമ്മമാർക്ക് വിഷമം തോന്നരുത്. പരലോകം സലാമത്തായി കിട്ടിയെങ്കിലോ എന്ന് കരുതി ഒന്ന് ഉപദേശിച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ഉൾക്കൊള്ളാം, തള്ളണമെങ്കിൽ തള്ളാം. കൊള്ളുകയാണ് വേണ്ടത്, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് പടച്ചോനെ വിചാരിച്ച് എന്നെ നിങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു വഅദ് പറയണമെന്ന് പറഞ്ഞപ്പോ ഉപകാരപ്പെട്ടെങ്കിലോ, ഉപദേശിച്ചാൽ അത് മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കുന്ന കരുതി പറഞ്ഞതാ, ഈമാൻ ഉണ്ടാകുന്ന കരുതി പറഞ്ഞതാ. നിങ്ങൾ സ്വീകരിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളി പറഞ്ഞത് കേൾക്കുക എന്നുള്ളതാണ് ഈമാന്റെ അടയാളം. പലിശയുമായി ബന്ധപ്പെടരുത്, ശക്തമായ ഭാഷയിൽ അള്ളാഹു വിലക്കി. പക്ഷേ പിന്നെയും പലിശയുമായി നമ്മൾ ബന്ധപ്പെടുന്നുണ്ടോ? സമ്പാദിക്കുന്നിടത്ത് ഹക്കും ബാത്തിലും ഉണ്ടാവണം. വ്യഭിചരിക്കരുത്, മദ്യപിക്കരുത്, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, കളവ് പറയരുത്, കള്ള ആരോപണങ്ങൾ ഉന്നയിക്കരുത്.
എന്തെല്ലാം വിഷയങ്ങളാ പടച്ചോൻ പറഞ്ഞത്? ഇതൊന്നും ലംഘിക്കരുത്. ലംഘിച്ചാൽ ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി എന്ന പടച്ച റബ്ബിന്റെ ഈ കൽപ്പന ലംഘിക്കലായി. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് അഭ്യർത്ഥിക്കുകയാണ്. ഇനി സൂറത്തുൽ ഹുജറാത്തിൽ മുഅ്മിനീങ്ങളുടെ രണ്ടാമത്തെ ലക്ഷണം പറഞ്ഞത്, അതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്ത ഒറ്റ വാക്ക്. രണ്ടാമത് പറഞ്ഞ കാര്യം എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യ് വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ലിബഅദ് അൻ തഹ്ബത അഅ്മാലുകും വഅൻതും ലാ തശ്ഉറൂൻ. എത്ര മനോഹരായിട്ടാണ് പഠിച്ചവൻ പറഞ്ഞത്. ഞാനൊരു കാര്യം ചെയ്യാം, അത് മുഴുവനായി വിശദീകരിക്കല്ല, അതിൻ്റെ മർമ്മം പറയാം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യ്. ഈമാൻ നിലനിർത്തുന്നതിന്റെ ഏറ്റവും വലിയ ഭാഗം ഒന്ന് അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കലാണ്. രണ്ടാമത്തേത് റസൂലുള്ളാഹിനെ ബഹുമാനിക്കലാണ്. റസൂലുള്ളാഹിനെ ബഹുമാനിച്ചില്ലെങ്കിൽ ഈമാനില്ല. അതുകൊണ്ടാ തൊട്ടടുത്ത് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യ് എന്ന് പറഞ്ഞത്. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ശബ്ദം നിങ്ങൾ മുത്തുനബിയുടെ ശബ്ദത്തിനപ്പുറത്തേക്ക് പൊക്കരുത്. ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യ് വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ. നബി തങ്ങളോട് നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കരുത്. മുത്തുനബിയോട് ഉറക്ക സംസാരിക്കരുത്. മുത്തുനബിയുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം പൊക്കുകയും ചെയ്യരുത്. രണ്ടും ഒന്ന് തന്നെയല്ലേ? അല്ല. ആദ്യം പറഞ്ഞത് ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യ്. അവിടെ നമ്മൾ സംസാരിക്കുന്നത് മുത്തുനബിയോടല്ല. മുത്തുനബിയുള്ള സദസ്സിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ രണ്ടാളുമാണ്. പക്ഷെ മുത്തുനബി അവിടെ സദസ്സിലുണ്ട്. എന്നാൽ മുത്തുനബിയുടെ ശബ്ദത്തെക്കാൾ വലിയ ശബ്ദം നമ്മൾ ഇടരുത്. മുത്തുനബിന്റെ ശബ്ദം ഏതാ? സാധാരണ മുത്തുനബി സംസാരിക്കുമ്പോൾ ഒരു മിതമായ സൗണ്ടേ ഉണ്ടാവുള്ളൂ. ഉറക്ക സംസാരിക്കൂല. അതൊക്കെ നമ്മളെ ശൈലിയാണ്. ശബ്ദം പൊക്കേണ്ടടുത്ത് പൊക്കും. ഇപ്പോൾ പ്രസംഗിക്കുമ്പോൾ ശബ്ദം പൊക്കേണ്ടി വരും, ഖുതുബ ഓതുമ്പോൾ പൊക്കേണ്ടി വരും. അതൊക്കെ ഹദീസിലുണ്ടല്ലോ, റസൂലുള്ളാഹി പൊക്കിയത്. പക്ഷെ സാധാരണഗതിയിൽ സംസാരിക്കുമ്പോൾ മുത്തുനബിക്കൊരു സൗണ്ട് ഉണ്ട്. അതൊരു മിനിമം സൗണ്ടാണ്. ആ മിനിമം സൗണ്ടിനപ്പുറത്തേക്ക് പോകരുത്. ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യ്. നല്ലൊരു ഉപദേശമാണ്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ. മുത്തുനബിയോട് ഉച്ചത്തിൽ സംസാരിക്കുകയും ചെയ്യരുത്. മുത്തുനബിക്ക് വേണ്ടി ഉച്ചത്തിൽ സംസാരിക്കരുത്. അപ്പൊ സംസാരിക്കുന്നത് നബിതങ്ങളോടായിരിക്കും. അപ്പൊ നബിതങ്ങളോട് സംബോധന ചെയ്ത് സംസാരിക്കുമ്പം, നബിതങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പം ഒന്നും കൂടെ പതുങ്ങണം. വേണ്ടേ? ഞാൻ അതിന് നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനും നിങ്ങളും ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുന്ന എവിടെയാണ്? നമ്മൾ ആദരിക്കുന്ന ഒരു നേതാവിന്റെ അടുത്തിരുന്ന്. ഇപ്പൊ നമ്മൾ പറയാം റയീസുൽ ഉലമ. നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഉസ്താദ് അവറുകൾ പറഞ്ഞു, റയീസുൽ ഉലമയുടെ അടുത്ത് വെച്ച് നമ്മൾ സംസാരിക്കാം. റയീസുൽ ഉലമ ഉള്ള റൂമെന്ന് ഞാനും വേറൊരാളും സംസാരിക്കുകയാണെങ്കിലും അതിന്റെ സൗണ്ട് പൊങ്ങാൻ പാടില്ല. റയീസുൽ ഉലമ അവിടെ ഇരിക്കുന്നുണ്ട്, അവരെ ശല്യപ്പെടുത്തിക്കൊണ്ട് ഉറക്കം സംസാരിക്കാൻ പാടില്ല. അതാണ് ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. ഇനി നാം സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനോട് നേരിട്ട് സംസാരിക്കുകയാണെങ്കിലോ, റയീസുൽ ഉലമയോട് ഡയറക്റ്റ് സംസാരിക്കുകയാണെങ്കിലോ സംസാരിച്ചോ ഉണ്ടാവില്ല, പിന്നെയും കുറയും. അതാണ് ആദ്യം ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. രണ്ടാമത്തെ അടുത്ത് വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ. നബിനോട് സംസാരിക്കുമ്പോൾ ഉറക്ക സംസാരിക്കുക തന്നെ ചെയ്യരുത്. മറ്റോടത്ത് പരിധി വിട്ട് ശബ്ദം പൊക്കുകയും ചെയ്യരുത്. രണ്ട് രൂപത്തിലാ പറഞ്ഞത്. എത്ര മനോഹരാണല്ലേ ഖുർആന്റെ അവതരണം.
റയീസുൽ ഉലമയുടെ സാന്നിധ്യത്തിൽ ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ സംസാരത്തിൻ്റെ സൗണ്ടിൻ്റെ ഗ്രാഫ് കുറയും. പക്ഷേ നേരിട്ട് റയീസുൽ ഉലമയോട് സംസാരിക്കുകയാണെങ്കിൽ വീണ്ടും കുറയും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിറങ്ങിയതിന്റെ ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഫാറൂഖ് തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും അങ്ങനെ ആയിരുന്നു കേട്ടോ. ഫാറൂഖ് തങ്ങളും എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ വാക്ക് ഫാറൂഖ് തങ്ങൾ കേൾപ്പിക്കൂലായിരുന്നു. ലാ യുസ്മിഉഹു ഉമർ ഹത്താ യസ്തഫ്ഹിമഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തേ ഉമറേ നിങ്ങൾ പറഞ്ഞത് ഒരു വട്ടം കൂടെ ചോദിച്ചെങ്കിലേ എന്താ പറഞ്ഞത് എന്ന് തിരിയുള്ളായിരുന്നു. എന്നാൽ പതുക്കെ പറയുള്ളൂ. അപ്പൊ നബി ചോദിക്കും എന്തേ നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പൊ ഒന്നും കൂടെ ശബ്ദം പൊക്കി പറഞ്ഞു കൊടുക്കും. ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ആയത്തിറങ്ങിയപ്പോൾ സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു, ലാ ഉഖല്ലിമുക ഇല്ലാ കഅഖി സിറാരി യാ റസൂലല്ലാഹ്. നബിയെ, ഇനി സ്വകാര്യം പറയുന്ന ഒരാളെ പോലെ, ചെവിയിൽ വന്ന് സ്വകാര്യം പറയുന്ന ഒരാളെ പോലെ മാത്രമേ ഇനി മുത്തുനബിയോട് ഞാൻ സംസാരിക്കുള്ളൂ കേട്ടോ. പേടിയാണ്. കാരണം മുത്തുനബിയോട് അനാദരവ് കാണിച്ചാൽ, മുത്തുനബിന്റെ അടുത്തുനിന്ന് സൗണ്ട് ഇട്ട് വർത്താനം പറഞ്ഞാൽ, മുത്തുനബിയെ ശല്യപ്പെടുത്തിയാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. പൊളിഞ്ഞുപോയ വിവരം തന്നെ നിങ്ങൾ അറിയില്ല. 60 കൊല്ലം ചെയ്ത നിസ്കാരം, കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിസ്കാരം, നോമ്പ്, ഖുർആനോത്ത്, ഹജ്ജ്, സക്കാത്ത്, സ്വദഖ, ഇതൊക്കെ നഷ്ടപ്പെടാൻ എത്ര മതി? റസൂലുള്ളാന്റെ പച്ചക്കുബ്ബയുടെ അടുത്ത് ചെന്ന് ആ പച്ചക്കുബ്ബയിലേക്ക് മൂട് തിരിച്ചു നിന്ന് ഒരു സെൽഫി എടുത്താൽ മതി, ഒക്കെ ബാത്തിലാവും. ഇത് മനസ്സിലാക്കാത്തോണ്ടാണ് ഇപ്പോഴും മദീനത്ത് ഈ തോന്നിയാസം നടക്കുന്നത്. എന്തോ ഒരു സങ്കടം അതൊക്കെ കാണുമ്പോൾ അറിയോ. മദീനത്ത് മുത്തുനബിന്റെ അടുത്തേക്ക് മൂടും തിരിച്ച് നിന്നിട്ട് സെൽഫി എടുക്കാൻ ധൈര്യപ്പെടുന്നവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തുമാത്രം വേദനയാണ്. തവാഫിലും സെൽഫി, സിയാറത്തിന്റെ സമയത്തും സെൽഫി, ആകെ സെൽഫി. എന്തൊരു ഭ്രാന്താണ് ഇത്. അതിലൂടെ അതോടൊപ്പം അള്ളാന്റെ റസൂലിനെ അവഗണിക്കലും കൂടെ അതിൽ വരികയാണെങ്കിൽ, റസൂലുള്ളാഹി തങ്ങളുടെ റൗളയിൽ നിന്ന്, അതായത് മുത്തുനബിന്റെ ഖബറിന്റെയും മിമ്പറിന്റെ ഇടയിലുള്ള സ്ഥലം, ആ റൗളയിൽ നിന്നൊക്കെ മലയാളികളായ പെണ്ണുങ്ങളൊന്നും ഒച്ചട്ട് സംസാരിക്കൂല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ആ മറക്കപ്പുറത്ത് നിന്ന് പലപ്പോഴും പെണ്ണുങ്ങൾ വലിയ ഒച്ചയിൽ സംസാരിക്കും. ആണുങ്ങളെ ഭാഗമൊക്കെ ഏറെക്കുറെ നിശബ്ദമായിരിക്കും. റൗളയിൽ ഇന്നും എഴുതി വെച്ച ആയത്താണിത്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. ഹുജ്റത്തു ഷരീഫയിൽ, റൗളയിലും അല്ല, ഹുജ്റത്തു ഷരീഫയിൽ നബി തങ്ങളുടെ ഖബർ ഷരീഫുള്ള ആ റൂമിന്റെ ഭിത്തിയുടെ മുകളിൽ ആ കലാപരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് കലാപരമായ എഴുത്ത് വായിക്കാൻ കിട്ടുന്നവർക്കേ കിട്ടുള്ളൂ. കുറച്ച് കലാപരമായിട്ടാണ് എഴുതിയത്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. അത് തന്നെയെന്ന് തിരിയണമെങ്കിൽ ആദ്യം ഇത് കേട്ടിട്ട് പോയിട്ട് ഇങ്ങനെ വായിച്ചാൽ, ആ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ അത് ഫുള്ള് കാണാൻ പറ്റും. കാലിഗ്രാഫി എഴുത്ത് പരിചയമുള്ളവർക്ക്, വായിക്കാൻ കഴിയുന്നവർക്ക് വായിക്കാൻ പറ്റും. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, അവിടുന്ന് പോലും ഉച്ചത്തിൽ സംസാരിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 60-70 കൊല്ലം ഇവന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ അവിടെ പോയിട്ട് അങ്ങ് കൊടുക്കുക എന്നല്ല, പൊളിക്കാം. കൊടുക്കാൻ ആർക്കില്ല, പൊളിക്കുക, എല്ലാം പൊളിക്കുക. അപ്പോ ജീവിതകാലത്ത് ചെയ്ത ഇബാദത്തുകൾ നഷ്ടപ്പെടാതിരിക്കാൻ നല്ല ശ്രദ്ധ വേണം, നല്ല ജാഗ്രത വേണം. എന്റെ ഇബാദത്ത് നഷ്ടപ്പെടുത്താനുള്ളതല്ല. അതുകൊണ്ട് മുത്തു നബിയോട് ഞാൻ അനാദരവ് കാണിക്കൂല. ഇതൊരു തീരുമാനമായിരിക്കണം. ഇതൊരു തീരുമാനമായിരിക്കണം. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കാൻ നമ്മൾ കൂട്ടാക്കണം. അവിടെയാണ് നമ്മുടെ ഈമാൻ ഉറക്കുന്നത്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. നിങ്ങൾ കണ്ടില്ലേ നിസ്കാരത്തില് ആ നിസ്കാരത്തിൽ സാധാരണഗതിയില്
ജഹ്റായി നിസ്കരിക്കുന്ന നിസ്കാരത്തില് ഉറക്കെ ഓതി നിസ്കരിക്കുന്ന നിസ്കാരം ഏതൊക്കെ? സുബഹിയുണ്ട്, മഗ്രിബുണ്ട്, ഇശാവുണ്ട്. 3 വഖ്തല്ലേ ഉള്ളൂ. ഈ ഉറക്ക നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ, ഉറക്ക ഖുർആൻ ഓതി നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ സുബഹി ആകെ 2 റക്അത്തേ ഉള്ളൂ. അതുകൊണ്ട് അത് വിടാം. മഗ്രിബും ഇശാവും 2 റക്അത്ത് കഴിഞ്ഞാൽ 3-ാം റക്അത്തിലേക്ക് ഉയർന്നു വന്നാൽ പിന്നെ ഉറക്കോതോ? ഇല്ല. ഇശായിൽ 3-ലും 4-ലും ഉറക്കോതൂല്ല. ആദ്യത്തെ 2 റക്അത്തിൽ മാത്രമേ ഉറക്കോതുള്ളൂ ഇമാമ്. എന്തേ അതിന്റെ കാരണം? എന്താണ് അതിന്റെ കാരണം? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര്, ഒരാധുനിക പണ്ഡിതൻ ഒരിക്കൽ എഴുതിയത് കണ്ടു. ഇബാദത്തുകളുടെ സിറുകൾ പറയുന്നിടത്ത് എഴുതിയത് കണ്ടു. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വലിയ ആദരവും കരുതലുമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള കരുതലും ബഹുമാനവുമാണത്. എന്തേ കാരണം? നമ്മൾ അത്തഹിയാത്ത് ഓതി, ആദ്യത്തെ തഹിയാത്തിന് അതിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞ് മുത്തുനബിയോട് സലാം പറഞ്ഞു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയുന്നതും മുത്തുനബിയോടുള്ള ഒരു ബഹുമാനാണ്. അത് സുന്നികൾക്ക് മാത്രം കഴിയുന്ന സംഗതിയാണ്. സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പറഞ്ഞു, വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ. ഒരാള് അസ്ഹാബുൽ യമീന്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വലത്തെ കയ്യിൽ കിതാബ് കിട്ടി സ്വർഗത്ത് പോകാൻ തൗഫീഖുള്ളവനാണെങ്കിൽ എന്നർത്ഥം. ഒരു മനുഷ്യൻ അസ്ഹാബുൽ യമീന്റെ ലിസ്റ്റിൽ പെട്ടവനാണെങ്കിൽ, ഇനിയിപ്പോ ഈ ആയത്ത് നമ്മൾ ഓതി വെച്ച ആയത്തും ലാസ്റ്റ് സമാപിക്കാൻ പോകുന്നത് അതാണ്, ഉലായിക അസ്ഹാബുൽ മൈമന, മഹാഭാഗ്യവാന്മാരാണ് അവർ. അസ്ഹാബുൽ യമീൻ എന്നതിന് അങ്ങനെയും ഒരർത്ഥമുണ്ട്, ഭാഗ്യവാന്മാർ, വലതുപക്ഷം, അങ്ങനെ അർത്ഥമുണ്ട്. വലത്തെ കയ്യിൽ കിതാബ് കിട്ടി രക്ഷപ്പെടുന്നവരായതുകൊണ്ട് ഏതു ആവാം. ഈ സൗഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ സ്വർഗക്കാരാണോ, സ്വർഗക്കാരുടെ ലിസ്റ്റിൽപ്പെട്ടവനാണോ ഒരു മനുഷ്യൻ എങ്കിൽ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ, നബിയെ തങ്ങൾക്കെപ്പോഴും അവരിൽ നിന്ന് സലാം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ്. എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അത് സുന്നിയൊക്കെ കഴിയുള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ചൊല്ലിയാൽ നിങ്ങളൊക്കെ ആവേശത്തിൽ ചൊല്ലും, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. ഇത്ര സന്തോഷത്തിൽ ഞങ്ങൾ ചൊല്ലിയതില്ലേ? നമുക്ക് ആർക്കെങ്കിലും മുഖം ചുളിഞ്ഞോ? ഇല്ല. എന്നാൽ ഈ സദസ്സിൽ എവിടെയെങ്കിലും ഒരു ബിദ്അത്തിന്റെ ഏടാകൂടമുണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഇതാണ് ചൊല്ലാൻ തുടങ്ങിയ അയാൾക്ക് നെറ്റിങ്ങനെ ചുളി. അയാൾ ചോദിക്കും, ഇത് ഏത് സംഗതിയാ, ഇതെവിടുന്ന് കിട്ടിയതാ മൊയ്ലിയാർക്ക്, ഇതെവിടുന്ന് കിട്ടിയതാ ഈ ഖുറാഫിക്ക്? അയാൾ അങ്ങനെയാ ചോദിക്കുക. അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ ചൊല്ലിയണോ, ഉമർ ഇബ്നുൽ ഖത്താബ് ഇങ്ങനെ ചൊല്ലിയനോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇങ്ങനെ ചൊല്ലിയനോ, അങ്ങനെ ചോദിക്കും. ഇത് ചെല്ലാൻ ഭാഗ്യമില്ലാത്തൊരു ടീം എന്ന് പറയാം. അതേസമയം സുന്നികൾ ഒരു വിഷമമില്ലാതെ ചൊല്ലും. കാരണം ഖുർആൻ പറഞ്ഞു, വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ. തഫ്സീറുകളിൽ മഹാന്മാർ പറയുന്നു, ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരൊക്കെ പറയുന്നു, ലിഅന്ന ഉമ്മതക യുസല്ലിമൂന അലൈക്, നബിയെ എപ്പോഴും തങ്ങളുടെ മേലിൽ തങ്ങളുടെ ഉമ്മത്ത് ഇങ്ങനെ സലാം പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ്, അത് സുന്നിയൊക്കെ കഴിയുള്ളൂ. അപ്പോ ഈ സലാം പറച്ചില് ഇത് നിരന്തരം നിസ്കാരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിസ്കരിക്കാത്ത സമയം എപ്പോഴെങ്കിലും ഉണ്ടോ ദുനിയാവില്? ഓരോ നാട്ടിലും സമയമാറ്റമുണ്ട്. അത് നോക്കുകയാണെങ്കിൽ ഓരോ സെക്കൻഡിലും നിസ്കാരം നടക്കുന്നുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞിട്ടല്ലേ ആദ്യത്തെ തഹിയാത്ത് അവസാനിക്കുന്നത്. അപ്പൊ ആദ്യത്തെ തഹിയാത്തിൽ അള്ളാന്റെ റസൂലിനെ വിളിച്ച് സലാം പറഞ്ഞു. അപ്പോൾ മുത്തുനബി ആ
സദസ്സിൽ ഹാളിറായ പ്രതീതിയാണ്. അതിന്റെ ശേഷം മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്നിട്ട് ഉറക്ക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നോദാൻ പറ്റുന്നില്ല. കാരണം മുത്തുനബി ഹാജരായി കഴിഞ്ഞാൽ പിന്നീട് ലാ തുർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ. പതുക്കെയായി പോകുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ ബഹുമാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ നല്ല ബഹുമാനം വേണം, അനുസരണം വേണമെന്ന് സൂറത്തുൽ ഹുജറാത്തിന്റെ 1-ാമത്തെ ആയത്ത് പഠിപ്പിച്ചു. ബഹുമാനം വേണമെന്ന്, മുത്തുനബിയോട് ബഹുമാനം വേണമെന്ന് 2-ാമത്തെ ആയത്തിലും അല്ലാഹു പഠിപ്പിച്ചു. പിന്നെ ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. ക്ഷമിക്കാനും അതുപോലെ തന്നെ പരസ്പരം കരുണ ചെയ്യാനും സ്നേഹിക്കാനും ഉപദേശിക്കുക. മനുഷ്യരൊക്കെ പരസ്പരം നല്ല സന്തോഷത്തിൽ ഒരുമയോടെ സ്നേഹത്തോടെ ജീവിക്കണം എന്ന് മറ്റുള്ളവരോട് പറയും വേണം. നമ്മളെ ഇബാദത്തൊക്കെ റെഡി, മുത്തുനബിയോടുള്ള പെരുമാറ്റമൊക്കെ റെഡി, നമ്മളെ സാന്ത്വന പ്രവർത്തനങ്ങളൊക്കെ റെഡി, അതോടുകൂടി ബാധ്യത തീർന്നു എന്ന് വിചാരിക്കരുത്. ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് ഉപദേശിച്ചു കൊടുക്കും വേണം. ദീനി പ്രവർത്തനം നടത്തണം, ദഅവത്ത് നടത്തണം. അതിൽപ്പെട്ട ഒരു സദസ്സാണ് ഇന്നിപ്പോൾ ഇവിടെ കഴിഞ്ഞത്. ഇനി വരാൻ പോകുന്നു നല്ലൊരു സദസ്സ്. ബഹുമാനപ്പെട്ട അലി ഉസ്താദ് എപ്പോഴും നല്ല ആത്മീയ പറ്റുള്ള സംസാരം മാത്രം, എപ്പോഴും മോമിനീങ്ങളുടെ ഖൽബ് മദീനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന വർത്തമാനങ്ങൾ മാത്രം, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന വർത്തമാനങ്ങൾ മാത്രം പറയുന്ന ഒരു വലിയ ഉസ്താദ് ഇനി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനിരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. വളരെ തിരക്കുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് പോകും. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നുണർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് എത്തുന്നത് വരെയാണ് ഈ വേദി നീളുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഉസ്താദ് എത്തിയിട്ട് ഇനിയും നീട്ടുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി തൽക്കാലം അവസാനിപ്പിക്കുന്നു. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും നീ ഒരു സാലിഹായ അമലായി കബൂലാക്കണേ അല്ലാ. ഈ ദർസിലെ ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ടവരുടെ കുട്ടികൾ, ഇവിടുത്തെ മക്കള്, റബ്ബേ എല്ലാവരെയും നീ സ്വീകരിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. ഉഖ്റവിയായ ആലിമീങ്ങളിലും മുതഅല്ലിമീങ്ങളിലും പെടുത്തണേ അല്ലാ. പടച്ചോനെ, നിന്റെ ദീനിന് വേണ്ടി ഖിദ്മ ചെയ്യാൻ ഇവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിലുള്ള ഒരുപാട് സയ്യിദന്മാര്, ഉലമാക്കളൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. താജുൽ ഉലമയുടെ പേരക്കുട്ടി ഉണ്ടായിരുന്നു, നേരത്തെ ദുആ ചെയ്ത് അനുഗ്രഹിച്ച തങ്ങളുണ്ടായിരുന്നു. ഇവർക്കൊക്കെ അല്ലാഹു തആല നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കെല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് തന്നതിലും തരാനുള്ളതിലും ബറക്കത്ത് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.